അവന്റെ കാര്യത്തില് എനിക്കൊരു പ്രതീക്ഷയില്ല. അവൻ ഇങ്ങനെ മദ്യത്തെ മുങ്ങിപ്പോയല്ലോടാ മോനെ. മുങ്ങിയതല്ലോ, ആ അവന്തിക അവനെ മുക്കി കൊന്നുകൊണ്ടിരിക്കുകയല്ലേ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ബോധമില്ലാതെ അവനിതൊക്കെ പറയുന്നെന്നാ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അവൻ സ്വബോധത്തോടെ തന്നെയാ ഇതൊക്കെ ചെയ്യുന്നേ. ആ ഡിവോഴ്സ് പേപ്പർ അവൻ ഒപ്പിട്ട് തിരിച്ചയച്ചതുപോലും തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ. ഞാൻ അവന്റെ കാല് പിടിച്ചു. ഒരു ഘട്ടത്തില് അവൻ എന്റെ കൂടെ വരാന്ന് സമ്മതിച്ചു. എന്നിട്ട് പക്ഷേ അതിനവൻ വെച്ച കണ്ടീഷൻ, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എന്തായിരുന്നു ആ കണ്ടീഷൻ? അവന്തിയെക്കെതിരെ നമ്മൾ കൊടുത്ത എല്ലാ കേസുകളും പിൻവലിക്കണം. അങ്ങനെ ചെയ്താ എല്ലാം ഉപേക്ഷിച്ച് അവൻ തിരിച്ചു വരാന്ന്. ഇനി നിങ്ങൾ തന്നെ പറ, അവൻ പറഞ്ഞത് ഞാൻ സമ്മതിക്കണമായിരുന്നോ? വേണ്ട ഏട്ടാ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഡിവോഴ്സ് ലെറ്റർ അയക്കാനെടുത്ത തീരുമാനം ശരിയാണെന്ന്. ആ അവന്തിക്ക് എന്തോ കൈവശം കൊടുത്ത് എന്റെ മോനെ മയക്കെടുത്തതാ. അല്ലെങ്കിൽ അവനിങ്ങനെ ചെയ്യത്തില്ലടാ. കൈവിഷം? അമ്മ എന്തായി പറയുന്നത്? മയക്കെടുക്കാൻ അമ്മയുടെ മരുമോൻ എന്താ കൊച്ചു കുഞ്ഞാണോ? അത് മോളെ, സച്ചേട്ടൻ പറഞ്ഞ പോലെ ബുദ്ധിയോടെയും വിവേകത്തോടെയും ഒരു തീരുമാനം ഞാനും എടുക്കാൻ പോവാ. ഈ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാ എന്റെ തീരുമാനം. ആർക്ക് മുന്നിലും ഞാൻ ഇനി തോറ്റു കൊടുക്കില്ല. അയാൾ പറയുന്നത് പോലെ അവന്തികയ്ക്കെല്ലാം വിട്ടുകൊടുത്തിട്ട് എനിക്ക് അയാളെ വേണ്ട. ഇതാണ് ഹീറോയിസം. ഈ സ്പിരിറ്റ് വേണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, കോടതിയിൽ കൊടുത്തിട്ടുള്ള 2 കേസുകളും നമുക്ക് അനുകൂലമായി തന്നെ വിധിക്കും. ആ പേടിയാ അവന്തികയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ആശ്രമത്തിലെ പൂജയും കാര്യങ്ങളും കഴിഞ്ഞു വന്ന ഉടൻ തന്നെ ഗൂഗിൾ സാറ് ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. അതോടുകൂടി അവളുടെ ഈ നെറുകെട്ട കളി എല്ലാം അവസാനിക്കും. അപ്പോഴേക്കും എന്റെ കുഞ്ഞിന്റെ ജീവിതം പോവുമല്ലോ ഈശ്വര. അവനെ ഓർത്ത് നമ്മൾ മാത്രം സങ്കടപ്പെട്ടിട്ട് എന്താമേ കാര്യം? അവനൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്നുള്ള ചിന്ത അവനുണ്ടോ?